ഇനിയങ്ങോട്ട് 3-ാം സ്റ്റോപ്പിൽ ഇറങ്ങണം. ചരൽക്കല്ല് ചുവപ്പ് രാശി പടർത്തിയ നാട്ടിൻപുറത്തൂടെ ഓടുന്ന റൊട്ടി മുറിച്ചതുപോലെയുള്ള ബസ്സിൻ്റെ ഇടതുവശത്തെ 3-ാം സീറ്റോളം പാറി വന്നു നിനക്കിഷ്ടപ്പെട്ട പാട്ടിൻ്റെ ആദ്യ വരികൾ. പവിഴം പോൽ പവിഴാധരം പോൽ. ഒറ്റ ക്ലിക്കിലെടുത്ത സ്മാർട്ട് ഫോൺ സെൽഫി പോലെ ഒരു നിമിഷം നീ എവിടെയോ നിശ്ചലമായി. മനസ്സമ്മതത്തിനണിഞ്ഞ വെള്ളി ടിയാരയും ഇടംകൈയിലെ 2-ാം വിരലിലണിഞ്ഞ ഇരട്ടക്കെട്ടുള്ള സ്വർണ്ണമോതിരവും കല്യാണത്തിന് കഴുത്തിലെ 2-ാം ഞൊറിയോട് ചേർത്ത് കെട്ടിയ താലിമാലയും കൂടിയ വിലയുള്ള കാൽവിൻ കെയ്ൻ പെർഫ്യൂമും ശൽക്കങ്ങളുള്ള പാമ്പിൻ തൊലി പോലെ ദേഹത്തിൽ നിന്ന് ഊരിയെറിഞ്ഞ് വെള്ളച്ചെമ്പകം പൂത്ത ഇടവഴിയിലൂടെ വെള്ളമിറ്റുന്ന മുടിത്തുമ്പുമായി നീ ഓടി വന്ന് ബസ്സിൽ കയറി. 3-ാം സീറ്റിൻ്റെ 2-ാം പകുതിയിൽ എന്നോട് ചേർന്നിരുന്നു. ഇപ്പോൾ നിന്റെ കഴുത്തിൽ കറുത്ത ചരടിൽ കോർത്തൊരു കൊന്ത മാത്രമേ ഉള്ളൂ. വിരലിൽ എസ് എന്നെഴുതിയ പ്ലാസ്റ്റിക് മോതിരം. ഉടലിൽ പെരുംജീരകവും പച്ചയും ചേർന്ന ഗന്ധം. നമുക്കിടയിൽ പറഞ്ഞിട്ടും കേട്ടിട്ടും തീരാത്ത കഥകളും കാറ്റും. പാട്ടവസാനിച്ചിരിക്കുന്നു. നീ അന്യയായിരിക്കുന്നു. 3-ാം സ്റ്റോപ്പായിരിക്കുന്നു. ഇറങ്ങാൻ തോന്നുന്നില്ലല്ലോ.